ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ രംഗത്ത് ഇറക്കാനാണ് CPM ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നത്. അവിടെ BJPയെ പ്രതിരോധിക്കാൻ ശിവൻകുട്ടി തന്നെ മത്സരരംഗത്ത് ഇറങ്ങണമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലും. ശിവൻകുട്ടിക്ക് മത്സരിക്കാൻ ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ലെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. തുടർച്ചയായി 2 ടേം പൂർത്തിയായാൽ മാത്രമേ മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കേണ്ടതുള്ളൂ. നേമത്ത് ശിവൻകുട്ടിക്ക് നല്ല സ്വാധീനമുണ്ടെന്നും വി ജോയ് പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ സ്വയം പ്രഖ്യാപിച്ചിരുന്നു. BJPക്ക് തുറക്കാൻ കഴിയാത്തവിധം നേമത്തെ സീറ്റ് പൂട്ടിയെന്നാണ് നേരത്തെ ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. നേമമണ്ഡലത്തിൽ നിന്ന് താൻ മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ശിവൻകുട്ടിയുടെ ഈ പരാമർശമുണ്ടായത്. കേരളത്തിൽ BJP ഇതുവരെ വിജയിച്ച ഒരേയൊരു നിയമസഭാ മണ്ഡലമാണ് നേമം. 2016 മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ O രാജഗോപാലാണ് നേമത്ത് നിന്നും BJPക്ക് വേണ്ടി വിജയക്കൊടി ഉയർത്തിയത്. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ വി ശിവൻകുട്ടിയോട് മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു. അതോടെയാണ് കേരള നിയമസഭയിലെ BJPയുടെ ഏക അക്കൗണ്ട് പൂട്ടിക്കെട്ടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷമുള്ള ആദ്യ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ നടന്നിരുന്നു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഒന്നും തന്നെ ഇല്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. സർക്കാരിനോടുള്ള എതിർപ്പല്ല, മറ്റ് ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചത്. എതിർപ്പുകളെ മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഇന്നലത്തെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉൾപ്പെടെ തിരിച്ചടി ആയിട്ടുണ്ടെന്നാണ് നേതാക്കൾക്കിടയിലെ വികാരം. ജില്ലകൾ തിരിച്ചുള്ള കണക്കുകളാണ് CPI നേതൃയോഗങ്ങൾ വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയം തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിലും ചില ജില്ലാ പഞ്ചായത്തുകളിലും പാളിപ്പോയെന്ന് CPIനുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാതെയാണ് പലയിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നും CPIക്കുള്ളിലും വിമർശനം ഉയരുന്നുണ്ട്. കൂടാതെ ഇന്ന് LDFിൻ്റെ യോഗവും ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 മാസത്തിനകം വരാനിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഏത് രീതിയിൽ മുന്നണി മുന്നോട്ട് പോകണം എന്നതായിരിക്കും LDFിൻ്റെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കർട്ടൻ റൈസറായി കണക്കാക്കുന്ന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു. സംസ്ഥാനത്ത് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും UDF വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ മാത്രമാണ് ഇരു കൂട്ടരും ഒപ്പത്തിനൊപ്പം സീറ്റുകൾ പിടിച്ചത്.